എല്ലാവർക്കും നമസ്കാരം. പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ ചില ശക്തമായ നടപടികൾ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ഏപ്രിൽ 22-നായിരുന്നു അനന്ത്നാഗ് ജില്ലയിലെ പെഹൽഗാമിൽ ടൂറിസ്റ്റുകൾക്കെതിരെ ഭീകരർ വെടിവെപ്പ് നടത്തിയത്. അതിൽ 26 പേർ കൊല്ലപ്പെട്ടു. അതേ തുടർന്ന് ഇന്ത്യ അതിശക്തമായ നടപടികളാണ് പാകിസ്ഥാനെതിരെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയായി ഇന്ത്യ കൈക്കൊണ്ട നടപടികളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കാര്യങ്ങൾ വിലയിരുത്താൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്പർ 1, 1960-ൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടാക്കിയ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. ഇത് പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടിക്കാനുള്ള ശക്തമായൊരു നീക്കമായി ഇന്ത്യ കരുതുന്നു. മുമ്പ് പലതവണ പാകിസ്ഥാനുമായി യുദ്ധങ്ങൾ ഉണ്ടായപ്പോഴും സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചിരുന്നില്ല. നമ്പർ 2, അറ്റാരി വാഗ ബോർഡറിലെ ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് ഇന്ത്യ അടച്ചു. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ കരമാർഗമുള്ള ഒരേയൊരു പ്രവേശന മാർഗമാണ് ഇത്. പൊതുവെ വാഗ അതിർത്തി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇത് അടച്ചതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ഗതാഗതം നിലച്ചിരിക്കുകയാണ്. കവാടം തുറക്കൽ, അതുപോലെ ഹാൻഡ് ഷേക്കിംഗ് തുടങ്ങിയ എല്ലാ ദിവസവും നടക്കാറുള്ള പതിവുകളും ഇതോടുകൂടി നിർത്തലാക്കുകയും ചെയ്തു. നമ്പർ 3, വിസയുമായി ബന്ധപ്പെട്ടതാണ് മൂന്നാമത്തെ നടപടി. ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാരോട് 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഇന്ത്യ വിടാൻ ഇന്ത്യ ഉത്തരവ് നൽകി. നമ്പർ 4, ഇന്ത്യൻ വ്യോമപാതയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് പാക് വിമാനങ്ങളെ ഇന്ത്യ ഔദ്യോഗികമായി വിലക്കി. പാകിസ്ഥാനും ഇതേ നാണയത്തിൽ തിരിച്ചടിച്ചിട്ടുണ്ട്. നമ്പർ 5, ഇന്ത്യ അതിൻ്റെ സൈന്യത്തിന് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകി. അതായത് ഏതൊരു നിമിഷവും ഇനി പാകിസ്ഥാനെ ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ പറ്റും. നമ്പർ 6, പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ സൈനിക ഉപദേഷ്ടാക്കളെയെല്ലാം ഇന്ത്യ പിൻവലിച്ചു. ഇന്ത്യയിലെ പാക് നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം 55-ൽ നിന്ന് 30 വെട്ടിച്ചുരുക്കി. നമ്പർ 7, പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതിയും ഇന്ത്യ നിരോധിച്ചു. നമ്പർ 8, പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ തപാലുകളും അതുപോലെ പാർസലുകളും വരുന്നത് ഇന്ത്യ അവസാനിപ്പിച്ചു. നമ്പർ 9, പാകിസ്ഥാൻ പതാകയുള്ള എല്ലാ കപ്പലുകളെയും ഇന്ത്യൻ തുറമുഖത്ത് പ്രവേശിക്കുന്നതിൽ നിന്നും വിലക്കി. നമ്പർ 10, ഡിജിറ്റൽ മേഖലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ന്യൂസ് ചാനലുകൾക്ക് ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തി. അതുപോലെ 16ഓളം പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾക്കും ഇന്ത്യയിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ വിരുദ്ധമായ കോണ്ടന്റുകൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വിലക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.